ഞാൻ മഴ നോക്കിയിരിക്കുകയായിരുന്നു. കൊല്ലത്തിപ്പോൾ നല്ല മഴയാണ്. അപ്പം ഞാനത് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഈ തമ്പനയിലിട്ട പോലെ എൻ്റെ ശരീരം ഒരു ജൂൺ 2024 തൊട്ട് ഉണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 45 kg ആയിരുന്നു. പിന്നീടത് ഇപ്പോൾ അത് ഒരു 51 kg ആയി. എന്നെ സംബന്ധിച്ചതൊരു വലിയ ഒരു മാറ്റമാണ്. പിന്നെ അപ്പം ഞാൻ വളരെ വെയിറ്റ് കുറഞ്ഞൊരു ടൈമായിരുന്നു. കാരണം സമയത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ഏറ്റവും വലിയ കാര്യം. എനിക്കൊരിക്കലും 55 kg കൂടുതലൊന്നും ഒരിക്കലും വെയിറ്റ് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ വെയിറ്റ് നമുക്ക് എപ്പോഴും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെയായി പാടും നമ്മുടെ ശരീരം മോശമാകുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വണ്ണം വെച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. വണ്ണമില്ലയെന്ന് കരുതി നമുക്കൊന്നും നഷ്ടപ്പെടുത്തുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയാം. ഈ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ ഫോണിൻ്റെ അപാകത കൊണ്ടാണ്. എത്ര പേർക്ക് അത് കേൾക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് രാവിലത്തെ കാര്യം തന്നെ തുടങ്ങാം. ഒരു 8 നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ഒരു 8 മണിയാകുമ്പോൾ വീട്ടിൽ പഴം കാണും. പഴം നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ 5 രൂപയുടെയൊക്കെ ചെറിയ ബൂസ്റ്റുകൾ മേടിക്കാൻ കിട്ടും. പഞ്ചസാര ഒഴിവാക്കാം, വേണമെങ്കിൽ ഇട്ടാൽ മതി. ആ പഴം അടിച്ച് ബൂസ്റ്റ് വിട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് അതൊരു സ്മൂത്തി ആയിട്ട് കഴിക്കാം. വയറ് തണുക്കുന്നതിന് നല്ലതാണ്. ഇത് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അത്യാവശ്യമായിട്ടും കുടിച്ചിരിക്കണം. അതെല്ലാവരും പറയാറുള്ളതാണ്. അതിനെ നമ്മൾ ഉറപ്പായിട്ടും പാലിക്കേണ്ട ഒരു കാര്യം. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ സിസ്റ്ററെല്ലാം ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് 4 മണി 3 മണിയൊക്കെ. ജോലിയെ സംബന്ധിച്ച് ജോലിക്ക് പോകുന്നവരോട് നിങ്ങൾ ഇന്ന സമയത്ത് ഫുഡ് കഴിക്കണമെന്ന്, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം കഴിവതും 12:30 1:30 ഇടയിൽ ഫുഡ് കഴിക്കുക. ഈ ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം നമ്മളൊരു 11:30 12:30 ആഹാരം ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ല വെള്ളം കുടിക്കുക. 2 ഗ്ലാസ് വെള്ളം, 12 ലിറ്റർ വെള്ളം നമ്മുടെ ശരീരത്തിൽ. എനിക്കൊക്കെ പണ്ട് ഈ മുഖക്കുരു വന്ന ഈ മൂടിയതിൻ്റെ എല്ലാം കാരണം അതായിരുന്നു. ഒന്നൊന്നും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, ഇപ്പോൾ കേൾക്കും. പിന്നീട് രാത്രിയിലത്തേക്ക് വരുമ്പോൾ രാത്രിയിലെ ഫുഡ് ചോറ് തന്നെ കഴിക്കുക. നമ്മൾ ഡയബറ്റിനെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട. ഫിഷ് ഉണ്ടെങ്കിൽ അത് കഴിക്കുക. വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് ശരീരത്തിന് ഭാരം വർദ്ധിപ്പിക്കുന്നതാണ് നല്ലത്. ജങ്ക് ഫുഡ് വഴി ഉണ്ടാകുന്ന ഭാരം ശരീരത്തെ വളരെ മോശമായി തന്നെ ബാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ല. നല്ല ആഹാരം എപ്പോഴും നല്ലതേ വരുത്തിക്കൂ. ഈ ഒരു റുട്ടീൻ, അതായത് രാവിലത്തെ സ്മൂത്തി, വെള്ളം, സ്മൂത്തി, ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ്, 2 ദോശയോ 3 ദോശയോ അത് നിങ്ങളുടെ ഇഷ്ടം. പുട്ടാണെങ്കിൽ പുട്ട്, ഇനി ഇഷ്ടമല്ലാത്തതാണെങ്കിൽ പോലും ഒരെണ്ണമെങ്കിലും കഴിച്ച് നമ്മളെ സംതൃപ്തിപ്പെടുത്തേണ്ട കാര്യം അത്യാവശ്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാനേ പാടില്ല. കാരണം അത് ഭയങ്കര ദോഷമാണ്. അൾസറൊക്കെ വന്ന് ഭണ്ഡാരടങ്ങിയവരുണ്ട്. ഒരു റീസണും ഇല്ലാതെ അൾസർ വരുന്നവരുമുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ കഴിക്കുക, അല്ലാതെ ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ കുറേ ഫുഡ് കഴിക്കുക, അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇടേ ആഹാരങ്ങൾ, ഏത്തപ്പഴമൊക്കെ കഴിക്കുക. ഏത്തപ്പഴമൊക്കെ പതിവ് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, എണ്ണയോ നെയ്യോ ഒക്കെ ഉണ്ടെങ്കിൽ വഴറ്റിയും കഴിക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഏത്തപ്പഴമായിട്ട് തന്നെ കഴിച്ചാൽ നല്ലതാണ്. ഞാൻ നന്നായിട്ട് ഒഴിവാക്കുന്നൊരു സാധനമാണ്. നിങ്ങളെ ഉപദേശിക്കുന്നതല്ല, ഞാൻ പരമാവധി കഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ്. ഇപ്പോൾ ഉള്ള എൻ്റെ വെയിറ്റ് 51 ആണ്. ഈ സമയത്തിന് രാവിലത്തെ സ്മൂത്തി ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ചില ദിവസങ്ങളിൽ സ്മൂത്തി നമുക്ക് ഇല്ലാതാവും, കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, സമയത്തിന് കഴിക്കുക. ലഞ്ചല്ലേ ഉള്ളൂ നമുക്ക് സമയത്തിന് കഴിക്കാൻ പറ്റാത്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ അത് ബ്രേക്ക്ഫാസ്റ്റിന് സമയത്തിന് കഴിക്കാൻ പാവങ്ങൾ ആരെങ്കിലുമൊക്കെ കാണുന്നാലും എന്തെങ്കിലും ഒന്ന് കരുതി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് ബണ്ണോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ലാതെ ഒരു ദോശയോ എന്തെങ്കിലും തന്നെ നിങ്ങൾ കഴിക്കുക. ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കുക. ബിരിയാണി കിട്ടുന്നുണ്ടെങ്കിൽ ബിരിയാണിയും കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ
അതും സ്കിപ്പ് ചെയ്യാതിരിക്കുക. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് അത്യാവശ്യം. ഓക്കെ, രാത്രിയിൽ നമ്മൾ ചോറ് തന്നെ കുറയും. കാരണം നമുക്ക് വെയിറ്റ് കുറവാണ്. നമുക്ക് ചോറ്, സാലഡ് കഴിക്കുക, വെള്ളരിക്ക, ഇതൊക്കെ നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. നമ്മളതൊന്നും സ്കിപ്പ് ചെയ്യരുത്, അത് കഴിക്കുക. ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് കഴിച്ച് ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ മീഷോയെന്നോ അല്ലെങ്കിൽ വീട്ടിലൊരു കുപ്പി, പാലൊക്കെ മേടിക്കുന്ന ഇപ്പം മുരളിയുടെയൊക്കെ കുപ്പിയുണ്ട്, വെള്ളവും നന്നായി കുടിച്ചാൽ ആ വെള്ളം ആ കുപ്പി മുഴുവൻ നമ്മൾ തീർത്തു എന്ന് മനസ്സിലാക്കിയാൽ വി ആർ ഓക്കെ. ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിന് 1 kg എങ്കിലും വർദ്ധിച്ചിരിക്കും. ഗ്രാജുവലി അത് വർദ്ധിച്ചിരിക്കും. പിന്നെ ഹെറിഡിറ്ററി ഒരു ഫാക്ടറായിട്ടുള്ള കാര്യമുണ്ട്. മേ ബി അങ്ങനെ ചിലർ പറയാറുണ്ട്, മെലിഞ്ഞ ശരീരപ്രകൃതിയാണ്. അങ്ങനെ ഒന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വായിക്കണം, ഞാൻ കേട്ടിട്ടില്ല ഞാൻ അതിനെക്കുറിച്ച്. പക്ഷേ നമ്മുടെ ശരീരം നമ്മുടെ സ്വത്താണ്, നമ്മുടേത് മാത്രമാണ്. നമുക്കത് വെൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി ഇതെല്ലാം ആഹാരമെല്ലാം കഴിച്ച് നമ്മൾ സംതൃപ്തിയായിരിക്കുക. ഇതൊന്നും കഴിക്കാതെ നമ്മൾ സ്കിപ്പാവുന്നതിന് കാരണം ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും വിഷമങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ജോലി തിരക്ക്. രണ്ടാമത് ന്യായമായ കാര്യമാണ്, അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആദ്യത്തേത് നമുക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു സാധനത്തിനെ ഹോൾഡ് ചെയ്യണത്? അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. കാരണം ജീവിതത്തിൽ ഒന്നും വലിയ വിഷമങ്ങളൊന്നും വരാത്ത ഒരാളാണ് ഞാൻ ഇതൊന്ന് പറയണമെന്ന് വിചാരിക്കരുത്. ഒരുപാട് വിഷമങ്ങളിലൂടെയും പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളിലൂടെയും കടന്ന്, എന്നെക്കാളും വലിയ ഇതിലൂടെ കടന്നു പോയവരുണ്ട്. ഞാൻ എൻ്റെ ഒരു പോർഷൻ പറയുകയാണ്. ഒരുപാട് സമയവും എൻ്റെ ശരീരവും എല്ലാം കളഞ്ഞ് അസിഡിറ്റിയും കൂട്ടി ഡിപ്രഷനും അടിച്ച്, ഡിപ്രഷൻ തന്നെയാണ്, അല്ലാതെ വിഷമമൊന്നുമല്ല, അത്തരം വഴിയിലൂടെ തന്നെയാണ് പോയത്. കടന്ന് മരുന്നുകളെല്ലാം കഴിച്ച് ആവുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ നമ്മളെ മേക്കപ്പ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെയാണെന്നറിയാം, ഏകദേശം 70% സ്ത്രീകളും അവരുടെ വിഷമങ്ങളിൽ നിന്ന് സ്വയം റിക്കവർ ചെയ്ത് പാമ്പ് പടം ഒഴിഞ്ഞ് കളയുന്ന പോലെ, ഇപ്പോൾ പാമ്പെന്നൊന്നും പറയണ്ടല്ലേ, യെസ് ഓഫ് കോഴ്സ്, കളയുന്ന പോലെ നമ്മൾ മുന്നോട്ട് വരും. അപ്പോൾ നമ്മുടെ ശരീരം നന്നാക്കാനും നമ്മളെ സെൽഫ് കോൺഫിഡൻസ് വീണ്ടെടുക്കാനും പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്, ലഞ്ച് കഴിക്കണം, ഉറപ്പായിട്ടും രാത്രി ചോറ് കഴിക്കണം, വെള്ളം കുടിക്കണം, കിട്ടുന്ന നല്ല ആഹാരങ്ങളെല്ലാം കഴിക്കണം. ചേനയും ചേമ്പും ഒക്കെ അതൊക്കെ പുഴുങ്ങുമ്പോൾ നമ്മൾ സ്കിപ്പ് അടിക്കും. നമ്മൾ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് ചില ആഹാരങ്ങളോടൊന്നും ഇഷ്ടമല്ല, പക്ഷെ കഴിച്ചേ പറ്റൂ. നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ ചെയ്ത് ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ഫിറ്റാവണ്ടേ, നമ്മൾ പിന്നൂത്തിയൊന്നും ഇട്ടുകൊണ്ട് നടക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ജ്യോതിയുടെ മാത്രം, എമ്മിയുടെ മാത്രം ഒരു ടിപ്പാണ്. എൻ്റെ ചാനൽ എൻ്റെ മാത്രമല്ല 190 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരുടെ നിങ്ങൾ കാണുന്നതാണ്. അവരിലൊരു എൻഗേജ്ഡ് ആയിട്ട് കാണുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ട് എനിക്ക്. അവരോട് ഞാൻ പറയുകയാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഇത്തരം ടിപ്സുകളാണ് പറയുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ഫീൽ ചെയ്ത കാര്യം മാത്രമാണ് പറയുന്നത്. അതിനകത്ത് തെറ്റുകളുണ്ടാവും. ഇനി കാണുന്ന ബാക്കി എന്നെ അറിയാത്തവരോട് പറയാണ്, എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ചില ആൾക്കാരുണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വഴി വെച്ച് ഉപേക്ഷിച്ചിട്ട് പോകും. എന്നിൽ എന്തെങ്കിലും എന്ത് കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ചിലർ ഭയങ്കര പെർഫെക്ഷനിസ്റ്റുകളാണ്. അവർക്ക് നമ്മളെപ്പോലുള്ളവർ ബുദ്ധിമുട്ടായിരിക്കും. അവരെ നമുക്ക് വിട്ടേക്കാം. അങ്ങനെ അല്ലാത്തവർ, ചെറിയ ആൾക്കാരെയും അംഗീകരിക്കുന്നവരെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി അടുത്തത് മുഖക്കുരു. ഇപ്പം എനിക്ക് വളരെ കുറവാണ്, ഇത് പാടുകൾ മാത്രമാണ്. അതിന് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.